തെരഞ്ഞെടുപ്പിൽ വൻ തിരിച്ചടി ഏറ്റുവാങ്ങിയ സിപിഐഎമ്മിനെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ആര് നയിക്കുമെന്ന് തന്നെയാണ് ഏവരും ഉറ്റുനോക്കുന്നത്. മുഖ്യമന്ത്രി ആരാകുമെന്നതിൽ 3 പേർക്കായി കോൺഗ്രസ് ചർച്ച പുരോഗമിക്കുമ്പോൾ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കാൻ ആളില്ലെന്ന അവസ്ഥയാണ് നിലവിൽ ഇടതുമുന്നണിക്ക് ഉള്ളത്. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് ആകണമെന്ന ആവശ്യം പാർട്ടി നേതാക്കൾക്ക് ഇടയിലുണ്ട്. എന്നാൽ അങ്ങനെയൊരു നീക്കം തിരിച്ചടിയാകുമോ എന്ന ചർച്ചയും സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്ക് ഇടയിലുണ്ട്. ഇന്ന് പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് കരുതിയെങ്കിലും പ്രതിപക്ഷ നേതാവ് ആരെന്നതിൽ തീരുമാനമായിട്ടില്ലെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായ പരാജയമാണ് LDF ഉണ്ടായിട്ടുള്ളത്. പാർട്ടി സഖാക്കൾക്ക് നിർഭയമായും സ്വതന്ത്രമായും അവരുടെ ഘടകങ്ങളിൽ അഭിപ്രായങ്ങൾ പറയാൻ അവസരമൊരുക്കണം എന്നാണ് പാർട്ടി നേതൃത്വത്തിൻ്റെ അഭിപ്രായം. VS അനു ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. VS അനു, എന്തായാലും ഈ ആരാണ് പ്രതിപക്ഷ നേതാവ് എന്ന തരത്തിലുള്ള ചർച്ചയൊന്നും സെക്രട്ടേറിയറ്റിൽ നിലവിൽ ഉണ്ടായിട്ടില്ല. ഇനി അടുത്ത യോഗത്തിൽ ഉണ്ടാകും. അതോടൊപ്പം തന്നെ നിയമസഭാ കക്ഷി യോഗത്തിലൊക്കെ ചേരുന്നതിന് മുൻപ് തന്നെ ആ തീരുമാനത്തിലേക്ക് എത്താൻ ആകുമെന്ന് തന്നെയാണ് കരുതുന്നത്. പക്ഷേ ഇപ്പോഴും എല്ലാവരും ഈ ചർച്ചകളിൽ മാത്രമാണുള്ളത്. ഒരു പേരിലേക്ക് എത്താൻ എന്തായാലും സമയമെടുക്കും. രുചീഷ, ഇന്ന് ചേർന്ന CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് ആരാകണം എന്നുള്ള ചർച്ച നടന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. മാത്രമല്ല, അങ്ങനെ ഒരു ചർച്ചയിലേക്ക് നിലവിൽ കടക്കേണ്ടതില്ല എന്നുള്ളത് കൂടി പാർട്ടിയും നമ്മൾ ബന്ധപ്പെടുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. പക്ഷേ പുറത്ത് വലിയ ചർച്ചയാണ്. അതായത് അത് സോഷ്യൽ മീഡിയയിലാകട്ടെ, അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകർക്കിടയിലാകട്ടെ, നേതാക്കൾക്കിടയിലാകട്ടെ, അനൗദ്യോഗികമായി അത്തരം ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം പിണറായി വിജയൻ എന്ന് പറയുന്ന ഇതുവരെ നയിച്ച ഒരു നേതാവ് ഇങ്ങനൊരു പരാജയം സംഭവിച്ച ശേഷം അദ്ദേഹം വിട്ടൊഴിഞ്ഞു പോകുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായം പറയുന്നവരുണ്ട്. ഇങ്ങനൊരു വീഴ്ച ഉണ്ടായി, പക്ഷേ അതിനെ ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിന്ന് പാർട്ടിയെ കരകയറ്റേണ്ടത് കൂടി പിണറായിയുടെ ഒരു ചുമതലയാണ്. അതുകൊണ്ട് അദ്ദേഹം ഒപ്പോസിഷൻ ലീഡറായി തന്നെ തുടരണം, അല്ലെങ്കിൽ വരണം എന്നുള്ള ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുന്ന ആളുകളുണ്ട്. അത് വ്യക്തിപരമായും ഈ സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ നമ്മളത് കാണുകയും ചെയ്യുന്നുണ്ട്. മറ്റൊന്ന്, ഈ തിരിച്ചടി എന്തുകൊണ്ട് പാർട്ടിക്കുണ്ടായി എന്നുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി അത് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ അത് പിണറായി എന്നുള്ള ഒരാളുടെ കൂടെ ഒരു തിരിച്ചടിയാണ് എന്നുള്ള വിമർശം മറ്റൊരു തരത്തിൽ ഉയരുന്നുണ്ട്. അതായത് ധാർഷ്ട്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞു വെച്ചുകൊണ്ട്. അതുകൊണ്ട് ഇനിയും പിണറായി വെച്ചുകൊണ്ട് തന്നെ ഈ പാർട്ടിയെ മുന്നോട്ട് നയിക്കാൻ, പാർലമെന്ററി സംവിധാനങ്ങളിൽ മുന്നോട്ട് നയിക്കാൻ വന്നാൽ അത് വീണ്ടും ജനങ്ങളുടെ മുമ്പിൽ ഒരു തിരിച്ചടിയാകുമെന്നുള്ള അഭിപ്രായം പാർട്ടിയിലെ ചില നേതാക്കൾക്കെങ്കിലും ഉണ്ട്. അതവർ പരസ്യമായി പറയുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ KN ബാലഗോപാൽ ആയിരിക്കാം ഒരു പക്ഷേ പ്രതിപക്ഷ നേതാവായി വരാൻ സാധ്യത. അല്ല എങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഇപ്പോൾ ഉള്ള പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് എത്തുകയും 2011 ഉണ്ടായതുപോലെ VS പ്രതിപക്ഷ നേതാവും കോടിയേരി ബാലകൃഷ്ണൻ ഉപപ്രതിപക്ഷ നേതാവും ആയതുപോലെ ഇവിടെ ഇപ്പോൾ പാർട്ടിയിൽ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവും ഉപപ്രതിപക്ഷ നേതാവ് ഈ പറയുന്ന KN ബാലഗോപാലും എത്താനുള്ള സാധ്യതയും ഉണ്ട്. പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമായി പറയാം, അങ്ങനെ ഒരു ചർച്ച ഔദ്യോഗികമായി പാർട്ടിയിൽ തുടങ്ങിയിട്ടില്ല. മാത്രമല്ല, മുഖ്യമന്ത്രി ഇന്ന് യോഗത്തിൽ എന്തെങ്കിലും കാര്യം സംസാരിച്ചോ എന്നുള്ള കാര്യവും വ്യക്തമല്ല. അങ്ങനെ മുഖ്യമന്ത്രിക്ക് താല്പര്യമില്ലെങ്കിൽ മാത്രം എന്നുള്ള ഒരു നിലയിലേക്കൊക്കെ കാര്യങ്ങൾ ചർച്ചയാകുന്നുണ്ട്. ഏതായിരുന്നാലും കോൺഗ്രസിൽ അല്ലെങ്കിൽ UDF-ൽ മുഖ്യമന്ത്രി ആര് എന്നുള്ള ചർച്ച പോലെ തന്നെയാണ് ഇപ്പോൾ LDF-ൽ അല്ലെങ്കിൽ CPIM-ൽ പ്രതിപക്ഷ നേതാവായി ആരെ കൊണ്ടുവരണം എന്നുള്ള കാര്യത്തിലും നിലനിൽക്കുന്നുണ്ട്. രുചീഷ്, ശരി, VS അനു, അത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം 2 തലത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ നമ്മളെ ആര് ഭരിക്കും എന്നറിയാനുള്ള നീക്കം തന്നെയാണ്. അതിൽ പ്രതിപക്ഷ നേതാവായാലും മുഖ്യമന്ത്രി ആയാലും ആ തീരുമാനത്തിലേക്ക് എത്താൻ ഇതുവരെയും ഈ മുന്നണികൾക്ക് സാധിച്ചിട്ടില്ല.